മുഖ്യനെ തെരഞ്ഞെടുക്കണം. അങ്ങ് തലസ്ഥാനത്ത് UDFന്റെ നിയമസഭാ കക്ഷി യോഗത്തിനെത്തുകയാണ് നമ്മുടെ നിയുക്ത MLA-മാർ. ഇതിന്റെ ഇടയ്ക്ക് ചെറിയാനിത് ട്രോള് വാങ്ങി കൂട്ടുമല്ലോ. UDFന്റെ മുന്നണിക്ക് ആ 102 പേരിൽ ഒരാളെ മുഖ്യമന്ത്രിയാക്കാനില്ലേ? ആള് കൂടിപ്പോയതാണെന്ന് തോന്നുന്നു ഇവിടുത്തെ പ്രശ്നം. എന്തൊരു സൗന്ദര്യമാണല്ലേ കോൺഗ്രസിലെ ജനാധിപത്യത്തിന്. അത് ജനാധിപത്യത്തിന്റെ സൗന്ദര്യം തന്നെയാണ്. വല്ലാത്തൊരു സൗന്ദര്യം തന്നെ. തികച്ചും ജനാധിപത്യപരമായ രീതിയിൽ പാർട്ടി CLP ലീഡറെ തെരഞ്ഞെടുക്കുന്ന പ്രോസസ്സ് ഒരുപക്ഷെ കോൺഗ്രസിൽ മാത്രമേ കഴിയുകയുള്ളൂ. ആ പ്രോസസ് ഒന്ന് വിശദമാക്കിയാൽ. ഒരു ഹോളി ഡിവൈൻ പ്രോസസ്സാണ്. അതെ അതെ, പുറത്തൊരു കൂട്ടര് പാലഭിഷേകം, മറ്റൊരു കൂട്ടര് കരിയോയൽ. കോൺഗ്രസിന്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ കാഴ്ചകളാണ്. അടുത്ത 5 വർഷം എന്തെല്ലാം കാഴ്ചകൾ കാണാനിരിക്കുന്നു. കേരളത്തിന് ഒരു മുഖ്യമന്ത്രി ഉണ്ടാകണ്ടേ? പിന്നെ വേണ്ടാണ്ടേ, അതിനാദ്യം ആ ഹോളി ഡിവൈൻ പ്രോസസ് ഒന്ന് കഴിയണ്ടേ. ഒരു ഹോളി ഡിവൈൻ പ്രോസസ്സാണ്. 102 സീറ്റൊക്കെ തരുമ്പോൾ അന്തമായി നീട്ടിക്കൊണ്ട് പോകാൻ പറ്റില്ലല്ലോ. ഇല്ല, പറ്റില്ല. പെട്ടെന്ന് തന്നെ വേണം. പെട്ടെന്ന് എന്ത് സമയമൊന്നും പോയില്ലല്ലോ. സിദ്ദിഖ, നിലവിൽ MLA അല്ലാത്തയാള് മുഖ്യമന്ത്രിയാകാൻ സാധ്യതയുണ്ടോ? ഏതാ? മുഖ്യന്റെ കസേരയിലേക്ക് ഡൽഹിയിൽ നിന്ന് ആരെങ്കിലും പറന്നിറങ്ങുമോന്ന്? ആ ചോദ്യത്തിന് ഇപ്പൊ പ്രസക്തിയില്ല. പ്രസക്തിയില്ല എന്നൊക്കെ പറഞ്ഞാൽ? പ്രസക്തിയില്ല എന്ന് പറഞ്ഞാൽ അത് തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ്. എന്നാ പറയാനാ, ഇനി അവന്മാരുണ്ടാക്കാൻ പോകുന്നതാ എത് ചെയ്തിട്ടില്ല. നാറാൻ പോവാ നാട് മുഴുവൻ. ഒരു മയത്തിലൊക്കെ പറ എന്റെ ആശാനേ. CPM ഇങ്ങനെ മിണ്ടാൻ പറ്റുമോ? കോൺഗ്രസിലേ പറ്റൂ, അതാണ് കോൺഗ്രസ്. അത് ന്യായം. ആര് മുഖ്യമന്ത്രിയാകണം? എന്റെ അഭിപ്രായം സീനിയർ ആയതുകൊണ്ട് എന്നെ മുഖ്യമന്ത്രിയാക്കണമെന്നാണ്. അല്ലേലേ 3 പേരുണ്ട്. ആദ്യം അതിലൊരു തീരുമാനമാകട്ടെ. KC പറഞ്ഞില്ല എന്നെ മുഖ്യമന്ത്രിയാക്കണമെന്ന്. VD സതീശൻ പറഞ്ഞില്ല എന്നെ മുഖ്യമന്ത്രിയാക്കണം, മറ്റുള്ളവർ മാറ്റി നിർത്തണമെന്ന്. രമേശ് ചെന്നിത്തലയും പറഞ്ഞിട്ടില്ല എന്നെ മുഖ്യമന്ത്രിയാക്കണമെന്ന്. ആരും പറയാണ്ട് തന്നെ ഇതാണ് പുകിലെങ്കിൽ പിന്നെ പറഞ്ഞിരുന്നെങ്കിൽ എന്തായേനെ കഥ. പുറത്തെവിടെയാണ് ഇപ്പൊ തർക്കം? ഇതൊക്കെ പിന്നെ എന്തുവാ? മറന്നു. അഭിപ്രായ സ്വാതന്ത്ര്യമാണല്ലോ അല്ലെ. കോൺഗ്രസ് കാലാകാലങ്ങളിൽ ഇങ്ങനെ തന്നെയാണ്. ആരൊക്കെയാണ് ഈ പ്രകടനമെല്ലാം നടത്തുന്നത്? ധാരാളം മാർസിസ്റ്റുകാരടക്കമുള്ളവരാണ് ഈ പ്രകടനം നയിക്കുന്നത്. ഏത്? സതീശൻ അനുകൂല പ്രകടനമോ? അല്ല, എന്തോ കോൺഗ്രസ് വിരുദ്ധ പ്രകടനങ്ങൾ. ഓരോ ദിവസം കഴിയുന്തോറും മുഖ്യന്മാർക്കുള്ള ഫ്ലക്സുകളുടെ എണ്ണം കൂടി വരികയാണല്ലോ. ഈ ഫ്ലക്സ് നോക്കിയിട്ടല്ല പാർട്ടി നേതാവിനെ തീരുമാനിക്കും. ബോർഡ് വെക്കുന്നുണ്ടോ, ബാനർ വെക്കുന്നുണ്ടോ, എൻ്റെ ആയാലും ആരുടെ ആയാലും വെക്കുന്നുണ്ടോ, മുഖ്യമന്ത്രി തീരുമാനത്തിൽ അതൊരു ഘടകമേ അല്ല. അതെല്ലാം അത്തരം പ്രൊസീജിയേഴ്സിനെ പിന്നെ ഡിസ്റ്റർബ് ചെയ്യാനുള്ള പരിശ്രമമായിട്ട് കാണാം. ഇതൊന്ന് സ്വന്തം പാർട്ടിക്കാരെ പറഞ്ഞു മനസ്സിലാക്കിയിരുന്നെങ്കിൽ വളരെ നന്നായേനെ. ഫ്ലക്സ് എന്നൊക്കെ പറയുന്നത് ഏതെങ്കിലും തർക്കത്തിന്റെ ഭാഗമായിട്ടാണ്, സന്തോഷത്തിന്റെ ഭാഗമായിട്ടുണ്ടാവുന്നല്ലേ ഫ്ലക്സ്. ഇടുക്കിയിൽ ഏതായാലും ഫ്ലക്സ് യുദ്ധത്തിൽ 4 പേർക്കെതിരെ DCC നടപടിയെടുത്തിട്ടുണ്ട്. VD സതീശൻ അനുകൂല പ്രകടനങ്ങൾ നടത്തിയതിന് ഇടുക്കി DCCയാണ് 4 പേർക്കെതിരെ നടപടി സ്വീകരിച്ചത്. കട ഹൈക്കമാൻഡ് നിരീക്ഷകർ ഓരോ MLA-മാരെയും ഒറ്റയ്ക്ക് കണ്ട് രഹസ്യമായി തയ്യാറാക്കിയ രേഖയാണ് പരസ്യമായി ഈ കിടക്കുന്നത്. അത് കോൺഗ്രസ് ഹൈക്കമാൻഡ് ആണ് പറയേണ്ടത്. അതാണോ ലിസ്റ്റ് അല്ലേ എന്നുള്ളതൊക്കെ അവരാണ് പറയുന്നത്. താങ്കളുടെ പിന്തുണ KCക്കാണ് എന്നാണ് ആ ലിസ്റ്റിലുള്ളത്. ഞാൻ പറഞ്ഞ അഭിപ്രായം കോൺഗ്രസ് ഹൈക്കമാൻഡിനോടാണ്. പുറത്തായ ലിസ്റ്റിൽ കൂടുതൽ പേരുടെയും പിന്തുണ KCക്കാണല്ലോ. KC ഹാപ്പി അല്ലേ? പിന്നെന്താ ഹാപ്പി അല്ലാതെ? KPCC പ്രസിഡന്റിന്റെ പിന്തുണയും KCക്കാണ്. ഇതാരെങ്കിലും തെറ്റായിട്ടുണ്ടാക്കിയതാണ്? അല്ല, താങ്കളുടെ പിന്തുണ ആർക്കായിരുന്നു? അത് ഫൈനൽ ഡിസിഷൻ വന്നതിന് ശേഷം ഞാൻ എന്താണ് പറഞ്ഞതെന്ന് നിങ്ങളോട് പറയാം. അപ്പം ഞാൻ ഉദ്ദേശിച്ച ആളല്ല വന്നതെങ്കിൽ പോലും ഞാൻ ആരെ പിന്തുണച്ചു എന്ന് പറയുന്നതിൽ എനിക്ക് യാതൊരു മടിയില്ല. എന്നാ പിന്നെ അത് ഇപ്പൊ തന്നെ അങ്ങ് പറഞ്ഞാ പോരെ? ഇപ്പോൾ അത് പറയേണ്ട നേരമായിരുന്നു. ഓടുന്ന ട്രെയിനിൽ നമ്മൾ ഓടിയാൽ ലക്ഷ്യസ്ഥാനത്തെത്തില്ല, ട്രെയിൻ സ്റ്റേഷനിൽ എത്തുമ്പോഴേ ഇറങ്ങാൻ പറ്റൂ. പക്ഷേ ട്രെയിനിന് മുന്നേ ഓടിയെത്താനാണ് പാർട്ടി പ്രവർത്തകരുടെ ശ്രമം. ഇതൊക്കെ സാധാരണ ജനാധിപത്യ പ്രക്രിയയിൽ ഇതൊക്കെ പതിവാണ് കോൺഗ്രസ് രാഷ്ട്രീയത്തിലൊക്കെ. ഇതിൽ പ്രത്യേകതയൊന്നുമില്ല. തീരുമാനം വന്നു കഴിഞ്ഞാൽ പാർട്ടി ഒറ്റക്കെട്ടായിരിക്കും. ആ ശുഭാന്ത്യത്തിനായി നമുക്ക് കാത്തിരിക്കാം.